എൻ്റെ പൊന്നു മക്കളെ, വരക്കട്ടി തൊലിക്കട്ടിയുള്ള ആളുകളാണ്. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇതായ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് ദിവസമായില്ല നമ്മൾ വീഡിയോസ് ഇട്ടിട്ട്, കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഒരു 2-3 വീഡിയോ ഇട്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് ചവിട്ടി പിടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതാ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇന്നത്തെ കണ്ടന്റ് എന്താണെന്നറിയോ? നമ്മൾ കുറച്ച് ദിവസം മുൻപ് ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പരീക്ഷണ അടിസ്ഥാനത്തിൽ ഞാൻ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. അതിലെനിക്ക് നല്ല റിസൾട്ട് കിട്ടി. അപ്പോൾ അത് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് ഓർത്തിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നമുക്ക് നോക്കാം. അതിന് മുന്നേ ഞാനിവിടെ ഉണ്ടാക്കുന്നത് നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു സാധനമാണ്. അപ്പോൾ നിങ്ങൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എന്തൊക്കെ സാധനങ്ങളാണ് അതിന് ഞാൻ എടുത്തതെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ. അതറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം പോയിട്ട് ആ വീഡിയോ പോയി കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു മിക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളത് ഇതേ കാണുന്നത് ജെലാറ്റിനാണ് കേട്ടോ. ജെലാറ്റിൻ എന്താണെന്നുള്ള എല്ലാവർക്കും അറിയില്ലേ? ഓക്കെ, ജെലാറ്റിനാണ് വേണ്ടത്. പിന്നെ ഞാൻ എടുക്കുന്നത് ഇത് കോക്കനട്ട് ഷെൽ ചാർക്കോൾ പൗഡറാണ് കേട്ടോ. ആക്ടിവേറ്റഡ് ചാർക്കോൾ പൗഡർ ഇല്ലേ, അതാണ് ഞാനിവിടെ എടുക്കുന്നത്. അപ്പോൾ ഈ 2 സാധനങ്ങളാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഫോണ് പിടിച്ചു തരാൻ ആരും ഇല്ലാത്ത കാരണം ഞാൻ എല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്യാണ് കേട്ടോ. അതായത് ചാർക്കോൾ പൗഡറും ജെലാറ്റിനും മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജെലാറ്റിനും വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് അതൊന്ന് തിളപ്പിച്ചെടുത്തിട്ട് കുറുകി വരുന്നതിന് മുൻപായിട്ട് ചാർക്കോൾ പൗഡർ അതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെയും ചെയ്യാം. നല്ല തിക്കായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. പിന്നെ അത് വേഗം തന്നെ കട്ടിയായി പോകുന്ന ഒരു സാധനമാണല്ലോ ജെലാറ്റിൻ എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്നും ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എന്തെങ്കിലും വിറ്റമിൻ ഇ, നമ്മുടെ ഏവിയോണിൻ്റെ വിറ്റമിൻ ഇ ക്യാപ്സ്യൂളൊക്കെ ഇല്ലേ, അത് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതേപോലെ എന്താ പറയുക, വേറെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. നമ്മുടെ ഫേസിലേക്ക് എന്താണോ ഇഷ്ടമുള്ളത് വെച്ചാൽ അതിനനുസരിച്ച് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അടുപ്പ് കത്തിച്ചിട്ട് അടുപ്പിലേക്ക് ഇത് വെക്കുന്നുണ്ട് കേട്ടോ. കാരണം ചൂട് തട്ടുമ്പോൾ തന്നെ അത് പെട്ടെന്ന് തന്നെ ലൂസായിട്ടുള്ള ആ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് വരും. ജെലാറ്റിൻ പെട്ടെന്ന് തന്നെ ആയി വരും. ഓക്കെ, ഇങ്ങനെ ഒരു പരുവത്തിലാകുമ്പോൾ നമുക്കത് വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. കുഞ്ഞ് പാത്രത്തിൽ ഉണ്ടാക്കിയാൽ മതി കേട്ടോ. ഞാൻ ഈ ഒരു പാത്രം എന്ന് പറയുന്നത് നമ്മൾ കുക്കിങ്ങിന് ഉപയോഗിക്കണമല്ല, ഇതേപോലെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലോ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു പാത്രമാണ് കേട്ടോ ഇത്. അതിന് തന്നെ സെപ്പറേറ്റ് ആയിട്ട് പാത്രവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് കേട്ടോ ഇത്. ഇതിലേക്ക് ഞാനൊരു 2-3 ഡ്രോപ്സ് കോക്കനട്ട് ഓയിലില്ലേ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ എന്തെങ്കിലും ഓയിലൊക്കെ ഇല്ലേ, എന്താ പറയുക, ആൽമണ്ട് ഓയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഓയിലോ ചേർത്തിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഞാൻ എന്തൊക്കെ സാധനങ്ങളാണ് ഇതിലേക്ക് വേണ്ടിയിട്ട് എടുത്തത് എന്നുള്ളത്. അപ്പോൾ ഈസി ആയിട്ട് കിട്ടുന്നതാണല്ലേ. നമ്മൾ ആ വീട്ടിലെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകുന്ന സാധനമാണല്ലോ ഈ ചിരട്ട എന്ന് പറയുന്നത്. അപ്പോൾ ചിരട്ട വെച്ചിട്ട് ഞാൻ എന്താ പറയുക, ഒരു കോക്കനട്ട് ഷെൽ ആക്ടിവേറ്റിംഗ് ചാർക്കോൾ പൗഡറാണ് ഗൈസ് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് ഒരു പീൽ ഓഫ് മാസ്കോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാം. പീൽ ഓഫ് മാസ്ക് ഉണ്ടാക്കാം, അതേപോലെ തന്നെ എന്തെങ്കിലും ഫേഷ്യൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ പല ടൈപ്പിൽ പല രീതിയിൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഗൈസ്, ഒരു പീൽ ഓഫ് മാസ്ക് ആണ്. ഇതിനു മുൻപ് ഞാൻ ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മൂക്കിൻ്റെ ഈ ഭാഗത്ത് മൂക്കിൽ മാത്രം ഞാൻ ജസ്റ്റ് ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നന്നായിട്ട് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്ത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഫേസിൽ മൊത്തത്തിൽ ഞാൻ ഇന്ന് ആദ്യമായിട്ട് ഇടാൻ വേണ്ടിയിട്ട് പോകാം കേട്ടോ. ഞാൻ മൂക്കിൻ്റെ മേലെ മാത്രം ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, അത് ഞാൻ അപ്പോൾ പറയണില്ല, അത് ഞാൻ വോയിസ് ഓവർ ആയിട്ട് വേറെ തന്നെ കൊടുത്തത്. പകലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് നോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് വേണ്ട. അപ്പോൾ ഞാൻ വോയിസ് ഓവർ ആയിട്ട് കൊടുക്കാം കേട്ടോ. ഓക്കെ, സെറ്റ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഗായ്സ്, ഞാനിവിടെ ചൂടാ വെള്ളം എടുത്തിട്ടുണ്ട് ഗായ്സ്. തിളച്ച വെള്ളം മോന്തേമിലേക്ക് ഒഴിക്കാനല്ല, ഇതേപോലെ ഒരു തുണിയിൽ മുക്കിയെടുത്ത് നമുക്ക് ഫേസ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. എൻ്റെ കയ്യിൽ സ്റ്റീമറില്ല, അപ്പോൾ അത് കാരണം ഞാനിത് തുണി വെച്ചിട്ട് ഇതേപോലെ ഞാനൊരു ക്ലോത്ത് സ്റ്റീമർ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇവിടെ തിളച്ച വെള്ളമാണ് കേട്ടോ, നല്ല ചൂടുള്ള വെള്ളമാണ്. മേലൊന്നും പൊള്ളിച്ചുണ്ടാക്കാതെ ഈ വക പരിപാടികളൊക്കെ ചെയ്യാം. ഓക്കെ, ഇനി പൊള്ളിയിട്ട് തന്നെ പറയരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലെ ഫേസിലൊക്കെ ഒന്ന് ആക്കി കൊടുക്കാം. ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പോഴ്സ് ഒന്ന് ഓപ്പൺ ആകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നാൽ മാത്രമേ നമ്മൾ ഈ ഒരു സാധനം
ഫേസിലിട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസിലുള്ള ആ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇല്ലേ, അഴുക്കും കാര്യങ്ങളൊക്കെ പോഴ്സിൻ്റെ അകത്ത് നിന്ന് ഇറങ്ങി പോരുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യണത്. നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പ് ഫേഷ്യൽ ചെയ്യുമ്പോഴോ അങ്ങനെ ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. നമ്മുടെ സ്കിന്നിലേക്ക് നന്നായിട്ട് ഇറങ്ങി പിടിക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ് കേട്ടോ. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ റെഡിയാക്കിയിട്ടുള്ള പീൽ ഓഫ് മാസ്ക്, ചാർക്കോളിൻ്റെ പീൽ ഓഫ് മാസ്ക് ആണിത്. ഇത് അടിപൊളിയാണ് ഗൈസ്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഗൈസ്. ഉറപ്പായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കിയേ പറ്റുള്ളൂ. ഞാനൊരു ബ്രഷ് വെച്ചിട്ടാണ് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ കണ്ണിൻ്റെ ചുറ്റും അപ്ലൈ ചെയ്യാതെ ബാക്കിയുള്ള ഏരിയയിലൊക്കെ കവർ ചെയ്യുക കേട്ടോ. പിന്നെ ഹെയറൊക്കെ നന്നായിട്ട് ബാക്കോട്ടേക്ക് കോംബ് ചെയ്ത് വെക്കുക, മുഖത്തേക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. കാരണം ഇത് പീൽ ഓഫ് മാസ്ക് ആണ്. നമ്മൾ പീൽ ചെയ്ത് കളയുന്ന സമയത്ത് മുടി പിഴുത് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് കാരണം നല്ല വേദന ഉണ്ടാവും. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഈ ചാർക്കോളിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമുക്കതൊന്ന് പെട്ടെന്ന് നോക്കിയാലോ. ചാർക്കോൾ പൗഡർ എന്ന് പറയുന്നത് ഒരു ഓക്സിഡൈസിങ് ഏജൻ്റ് ആണ് കേട്ടോ. അതായത് നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന ഡേർട്ടും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ് മക്കളെ, പൊളിയാണ്. ഇത് മാത്രമല്ല, നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന സെബം ഇല്ലേ, ഈ ഓയിലി സ്കിന്നുകാർക്കും അതേപോലെ തന്നെ കോമ്പിനേഷൻ സ്കിൻ ടൈപ്പുകാർക്കൊക്കെ ഉണ്ടാവുന്ന ഒരു സെബം പ്രൊഡക്ഷൻ ഇല്ലേ, ഒരുപാട് ഓയിൽ പ്രൊഡക്ട്സ് ചെയ്യുക, ഈ പ്രശ്നമൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഫേസിൽ ഉണ്ടാകുന്ന പഴുപ്പൊക്കെ ഉണ്ടാവുമല്ലോ, പിമ്പിൾസ് മൂലം ഉണ്ടാകണം, അതൊക്കെ മാറാൻ വേണ്ടിയിട്ടും അടിപൊളിയാണ്. പിന്നെ ഫേസിലുണ്ടാകുന്ന ഡേർട്ടും കാര്യങ്ങളും ബാക്ടീരിയാസിനൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ഇത് ഡ്രൈ സ്കിന്നുകാർ ഉപയോഗിക്കുന്ന സമയത്ത് കുറച്ചൊന്ന് ശ്രദ്ധിക്കണം. കാരണം ഇത് ഞാൻ പറഞ്ഞല്ലോ, ഓയിലിനെ കൺട്രോൾ ചെയ്യുന്ന എന്താ പറയുക, ഓയിലിനെ വലിച്ചെടുക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഡ്രൈ സ്കിന്നുകാർ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, സ്കിന്നിങ്ങനെ വലിഞ്ഞ് മുറുകി ഡ്രൈ ആയിട്ടിരിക്കുന്ന ഒരു സ്കിൻ ടൈപ്പാണ്. അപ്പോൾ ഇവരിത് ഒന്നുകൂടി ട്രൈ ചെയ്യുന്ന സമയത്ത്, ഫേസിലിടുന്ന സമയത്ത് ഫേസ് ഒന്നുകൂടി ഡ്രൈ ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നിങ്ങൾക്ക് വൈറ്റ് ഹെഡ്സിൻ്റെയോ ബ്ലാക്ക് ഹെഡ്സിൻ്റെയോ പഴുപ്പോ അല്ലെങ്കിൽ പിമ്പിൾസോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് വെച്ചാൽ ആ ഒരു ഏരിയയിൽ മാത്രം ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ മാത്രം ചെയ്താൽ മതി, ഇല്ലെങ്കിൽ ഫേസ് നന്നായിട്ട് ഡ്രൈ ആയി പോകുന്നതാണ്. പിന്നെ ഇത് ഓപ്പൺ പോഴ്സിനെ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഫേസിൽ മൊത്തത്തിൽ ഇട്ടിട്ടുണ്ട് മക്കളെ. കുറച്ച് സമയത്തിന് ശേഷം ഇതാ ഉണങ്ങിയിട്ടുണ്ട് മക്കളെ. ഇനിയാണ് മക്കളെ കളി മാറാൻ പോകുന്നത്. നിങ്ങൾ തന്നെ കണ്ടോളൂ, ഞാനിനി ഒന്നും പറയണില്ല. അടുക്കി വായ തുറക്കരുത്. മുഖത്ത് ഇങ്ങനത്തെ സാരം ഇടാൻ വേണ്ടിയിട്ട് ആരും പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ. ഇപ്പം നിനക്ക് മനസ്സിലായില്ലേ ഗൈസ്, എന്തിനാണ് ഞാൻ വായ തുറന്നതെന്നുള്ളത്. ഭയങ്കര വേദന. ഇത് നിങ്ങൾ ഫേസിലിടുന്നതിന് മുൻപായിട്ടേ ഫേസിലുള്ള ഹെയർ ഒന്ന് റിമൂവ് ചെയ്യാം കേട്ടോ. എന്നിട്ട് മാത്രം ഫേസിലിട്ടാൽ മതി. മനസ്സിലായില്ലേ? ഇല്ലെങ്കിൽ എന്താണെന്നറിയോ, പട്ടി പോകണ മാതിരി പോകേണ്ടി വരും. ഞാനിതിലെ വോയിസ് മൊത്തം മ്യൂട്ട് ചെയ്ത് വെച്ചതാണ് ഗൈസ്. കാരണം അപാരം സൗണ്ടായിരുന്നു ബാക്ക്ഗ്രൗണ്ടിൽ. അപ്പോൾ ഞാനതൊക്കെ മ്യൂട്ട് ചെയ്ത് വെച്ചതാണ്. കുഴപ്പമില്ലാത്ത തിരക്കേ ഇല്ലാത്തത് മാത്രമേ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. വേണ്ടാത്ത പണിക്ക് എന്ന് ഞാൻ പറയണില്ല. ഇത് അടിപൊളിയായിട്ട് നമ്മുടെ സ്കിന്നിൽ വർക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഫേഷ്യൽ ഹെയർ ഉള്ളതിനുകൊണ്ട് മാത്രമാണ് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ വന്നു പോയത്. പിന്നെ അത് മാത്രമല്ല, എൻ്റെ ഫേസിൽ അത്യാവശ്യം തിരക്കേ ഇല്ലാത്ത രീതിയിൽ ബ്ലാക്ക് ഹെഡ്സ് അല്ല വൈറ്റ് ഹെഡ്സ് ഉണ്ട്. അപ്പോൾ അത് പറഞ്ഞിങ്ങോട്ട് പോരുമല്ലോ. അപ്പോൾ അതിനോണ്ടും ഉള്ള വേദന ഉണ്ട് കേട്ടോ. പിന്നെ ഇതിൽ നമ്മൾ യൂസ് ചെയ്ത് ജലാറ്റിനാണ്. ജലാറ്റിൻ മാറ്റിയിട്ട് നിങ്ങൾക്ക് എഗ് വൈറ്റ് ഇല്ലേ, അത് യൂസ് ചെയ്യാം കേട്ടോ. അതെ അതെ, അമ്മ 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 അമ്മ. നിങ്ങൾ ഫേസ് നന്നായിട്ടൊന്ന് സ്റ്റീം ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത്ര പ്രശ്നം ഉണ്ടാവും കേട്ടോ. ഈ സ്റ്റീമറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. സ്റ്റീമർ ഇല്ലെങ്കിൽ വലിയ നമ്മൾ ആവി പിടിക്കണ ആ ഒരു സംഭവം ഇല്ലേ, ആ സംഭവം ആയാലും മതി കേട്ടോ. ഇനി അങ്ങോട്ടേക്ക് പൊടിപൂരപാട് മക്കളെ. കണ്ണിൻ്റെ ഭാഗത്തേക്കാണ് നമ്മളിത് പീൽ ചെയ്ത് പോകുന്നത്. ആ ഭാഗം എത്തുമ്പോഴേക്കും എൻ്റെ പകുതി മുക്കാൽ ജീവൻ പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷമാണ് ഗൈസ് ബാക്കിയുള്ളത് കംപ്ലീറ്റ് ആക്കിയത്. എനിക്കാദ്യങ്ങളൊരു ദഗ്ധ സത്യം പറയട്ടെ, ഞാൻ ഈ വീഡിയോ എടുക്കാനിരിക്കുന്ന സമയം രാവിലെ 10:30 മണിയാണ് കേട്ടോ. ഞാൻ വീഡിയോ എടുത്ത് കുറേ ഇത് ഉണങ്ങി പീൽ ഇത് ഒക്കെ എടുത്ത് കുറേ കഴിഞ്ഞപ്പോൾ അമ്മ വന്നിട്ട് ഓർമ്മ മുട്ടി. ഈ ബാക്കിയെല്ലാം കൂടി ഇപ്പം എങ്ങനെ പൊളിച്ചെടുക്കുക എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല ഗൈസ്. അയ്യോ, ഇത്ര ഭാഗ്യം പൊളിച്ചിട്ടുണ്ട്. ഇത്രയും ഭാഗം ഇവിടെ ഉണ്ടല്ലോ. അയ്യോ, അത് ഇത്രയും സ്ട്രോങ് ആണെന്ന് ഞാൻ വിചാരിച്ചില്ല ഗൈസ്. ഫസ്റ്റ് ടൈം ട്രൈ ചെയ്ത് നോക്കിയ സമയത്ത് ഞാൻ മൂക്കിൻ്റെ മേലെ മാത്രമേ ഇട്ടിട്ടില്ലായിരുന്നു. നമുക്ക്
നമ്മുടെ വ്ളോഗ് ചാനലിൽ പോയി നോക്കിയാൽ കാണാം കേട്ടോ. മൂക്കിൻ്റെ മേലിട്ടപ്പോൾ നന്നായിട്ട് വൈറ്റ് ഹെഡ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു കാര്യം, ഫേഷ്യൽ ഹെയർ ഒക്കെ റിമൂവ് ചെയ്തിട്ട് ചെയ്താൽ മതി കേട്ടോ. ഇത് എന്താ ചെയ്യല്ലേ? എന്താ അങ്ങനെ ഡോറിനൊക്കെ വന്ന് മുട്ടി ആ വാതിലിറതൊക്കെ പറ്റേ ടേബിളിൻ്റെ മേലെ ചോറ് കറിയൊക്കെ എടുത്ത് വെച്ചിരിക്കുന്ന ഗായ്സ് ചോറിടാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് ഞാൻ സമയം നോക്കുന്നത്. സമയം 2:30 മണി. 10:30 മണിക്ക് റൂമിനുള്ളിൽ കയറിയതാ, 2:30 മണിക്ക് പുറത്തിറങ്ങി. വൈറ്റ് ഹെഡ്സ് ഒക്കെ പറഞ്ഞു വരുന്നുണ്ട് ഗൈസ്. ഗായ്സ്, അപ്പോൾ ഞാൻ ഈ ഭാഗത്തുള്ളതൊക്കെ ഏകദേശം ഇവിടെ ഇങ്ങനെ ഇരുന്ന് പൊളിച്ചെടുത്തിട്ടോ. ഇനി മൂക്കാണ്, എവിടെയാ പിടിക്കേണ്ടവരായിട്ട് ഇട്ടില്ല. വൈറ്റ് ഹെഡ്സ് ഒക്കെ നല്ലോണം റിമൂവ് ആവണുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഫേസിലൊന്നും കുഴപ്പമില്ല, കംപ്ലീറ്റ് ആയിട്ട് ഇടണമെന്നില്ല കേട്ടോ. ഈ ഭാഗത്തും മൂക്കിൻ്റെ മേലെ മാത്രം ഇട്ടാൽ മതി. നന്നായിട്ട് തന്നെ റിമൂവ് ആവണുണ്ട് ഗൈസ്. എൻ്റെ പൊന്നോ, കണ്ടോ ഈ സാധനം യൂസ് ചെയ്തിട്ട് അത്യാവശ്യം നല്ല രീതിക്ക് ഫേഷ്യൽ ഹെയർ ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഗൈസ്. കണ്ടോ, എൻ്റെ മുഖത്തുള്ള രോമകൂപങ്ങളാണ് ഈ കാണുന്നതൊക്കെ. ഓ അയ്യോ, കട്ടിട്ടെന്തോ ആവുന്നത് കണ്ടോ. എൻ്റെ ഫേസിലുള്ള ഹെയർ വൈറ്റ് ഹെഡ്സിൻ്റെ ഒക്കെയാണ് മക്കളെ ഈ കാണുന്നത്. ഷോ, ഇത് നോക്ക്, ഇത് മൂക്കിൻ്റെ മേലേന്ന് എടുത്തതാട്ടോ. ജസ്റ്റ് കാണിച്ചു തരാം, കിട്ടുന്നില്ല ഇതിങ്ങോട്ട്. ചോക്ക് കണ്ടോ, മൂക്കിൻ്റെ മേലേന്ന് പറിച്ചെടുത്തതാ. അപ്പോൾ ഗൈസ്, ഞാൻ മുഖം ഒന്ന് നന്നായിട്ട് കഴുകി വരാം കേട്ടോ. കാരണം ഇവിടെയൊക്കെ ആയിട്ട് പറ്റിപ്പിടിച്ച് കിടക്കണുണ്ട്. വന്നിട്ട് ഞാൻ പറഞ്ഞുതരാം എന്താണ് അവസ്ഥ എന്നുള്ളത് കേട്ടോ. കുറച്ചുകൂടി ചായ ഉണ്ട്, അത് കൂടി കുടിച്ചാlte. മുഖം കഴുകി വരാം കേട്ടോ.
എൻ്റെ പൊന്നു മക്കളെ, ഇൻട്രോയിൽ കണ്ട ഞാനാണോ ഇത് എന്നിപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു തുടക്കത്തിൽ, ഞാനത് ഫേസിൽ മൊത്തത്തിൽ ഞാൻ ഇട്ട് നോക്കിയിട്ടില്ലയെന്ന്. പ്രത്യേകിച്ച് പ്രശ്നം തന്നെ നമ്മൾ ആ പീൽ ചെയ്തെടുക്കുമ്പോഴുള്ള പ്രശ്നമാണ്. കാരണം നമ്മളിതിൽ യൂസ് ചെയ്തത് ജെലാറ്റിനാണല്ലോ, അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഇതാവണമാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ജെലാറ്റിന് പകരം എഗ് വൈറ്റ് യൂസ് ചെയ്യാം കേട്ടോ, ചാർക്കോൾ പൗഡറിൻ്റെ അകത്ത്. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പിന്നെ ഇതിൽ ഞാൻ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, വല്ലാതെ ഡ്രൈ ആയി പോകണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഈ ഡ്രൈ സ്കിന്നുള്ള ആളുകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് ട്രൈ ചെയ്യണ്ട കേട്ടോ. അതായത് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന ആ എക്സസ് ആയിട്ട് വരുന്ന സെബല്ലേ, അത് മൊത്തത്തിൽ ഈ ചാർക്കോൽ വലിച്ചെടുക്കും, കോഴി അബ്സോർബ് ചെയ്തെടുക്കും. അപ്പോൾ ഈ ഡ്രൈ സ്കിന്നുള്ള ആളുകൾ ഇതിടുന്ന സമയത്ത് ഒന്നുകൂടി സ്കിന്ന് ഡ്രൈ ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഞാനിത് ഇട്ട് എന്താ വെച്ചാൽ എനിക്ക് കോമ്പിനേഷൻ സ്കിന്നാണ്. അപ്പോൾ ഈ രണ്ട് ഭാഗത്ത് എന്താ പറയുക ഡ്രൈ ആയിരിക്കും. ഈ ടീ സോണിൽ ഓയിലായിട്ടാണ് എപ്പോഴും ഇരിക്കുക. ചില സമയത്ത് ഈ ഭാഗത്തേക്കൊക്കെ ചെറുതായിട്ടൊക്കെ ഓയിൽ ഇങ്ങനെ ഇതാവും കേട്ടോ, മൂക്കിൻ്റെ മേലെ നിന്ന് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചെയ്തത്. ഡ്രൈ സ്കിന്നിലുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യണം. അത് വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ റിമൂവ് ചെയ്യണം എന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾ മൂക്കിൻ്റെ മേലെയോ ആ ഭാഗത്ത് മാത്രം എവിടെയാണോ ഉള്ളത് വെച്ചാൽ അവിടെ മാത്രം ഇട്ട് കൊടുക്കാം. സെയിം ഈ ചാർക്കോൽ മാറ്റിയിട്ട് നിങ്ങൾക്കിപ്പോൾ ബീറ്റ്റൂട്ടിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ ചെമ്പരത്തീൻ്റെ ഒക്കെ ഒരു പീൽ ഓഫ് മാസ്കാണ് വേണ്ടെങ്കിൽ ഈവൻ എനിക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്ക് ചാർക്കോലിൻ്റെ ഒരു ഇത് ചെയ്യാമെന്ന് ഓർത്തപ്പോഴാണ് ഞാൻ ചാർക്കോൽ പൗഡർ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കിയിട്ട് ഞാനത് ട്രൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ. ഇതിൻ്റെ ഒരു പ്രശ്നമാണ്, കാരണം നമ്മൾ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്തിട്ട് പീൽ ഓഫ് മാസ്ക് ചെയ്യുന്നതായിരിക്കും ഒന്നൊരു ബെറ്റർ ആയിട്ടുണ്ടാവുക. അപ്പോൾ പിന്നെ ആ ഒരു വേദനയും കൂടി നമ്മൾ സഹിക്കേണ്ട. വേദന ഉണ്ടാവും കേട്ടോ, കാരണം നമ്മൾ ഫീൽ ചെയ്തെടുക്കുമ്പോൾ. പിന്നെ എനിക്കാണെങ്കിൽ മൂക്കിൻ്റെ മേലൊക്കെ വൈറ്റ് ഹെഡ്സ് ഉണ്ട്, ബ്ലാക്ക് ഹെഡ്സ് അല്ല വൈറ്റ് ഹെഡ്സ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഫീൽ ചെയ്തെടുക്കുമ്പോൾ വേദന ഉണ്ടാവും. അൺസഹിക്കബിൾ ആണോ എന്ന് വെച്ചാൽ കുറച്ച് അത്രയേ ഉള്ളൂ. വേദന സഹിക്കാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ നിൽക്കുന്നത് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഞാൻ ഫേഷ്യൽ ഹെയർ എടുക്കാതെയാണ് കേട്ടോ ഇപ്പോൾ ഇതിട്ടിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്ത് നോക്കുക കേട്ടോ, അത്രയും ഞാൻ പറയുള്ളൂ. വേദന സഹിക്കാൻ വരക്കട്ടി തൊലിക്കട്ടിയുള്ള ആളുകളാണെങ്കിൽ നിങ്ങളിത് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ സ്കിന്ന് നന്നായിട്ടിരിക്കുന്നുണ്ട്. അതായത് സ്കിന്നിലുള്ള ആ ഒരു എന്താ പറയുക ഡേർട്ടും കാര്യങ്ങളൊക്കെ ഞാൻ പറിച്ചെടുത്ത് കളഞ്ഞല്ലോ. അപ്പോൾ നന്നായിട്ടിരിക്കട്ടെ. അപ്പോൾ ഇനി പോയ്സൺ മിനിമൈസ് ചെയ്യിപ്പിക്കണം. അങ്ങനെ ഒരു പരിപാടി ഉണ്ട്. അതെന്താണെന്നുള്ളത് നമുക്ക് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം കേട്ടോ. ഇതിൻ്റെ പാർട്ട് 2 അങ്ങനെ വേണമെങ്കിൽ പറയാം. ഓക്കെ, അത് ഞാൻ വേറെ തന്നെ ചെയ്യാം. അതെന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് ഞാൻ വേറെ തന്നെ ചെയ്യാം. തന്നെ വലിയ വീഡിയോ ആയിട്ടുണ്ടാവും. അപ്പോൾ അത്രയും നേരെ ഇരിക്കാൻ തന്നെ ബുദ്ധിമുട്ടല്ല. അപ്പോൾ അത് വേണ്ട, അത് വേറെ തന്നെ ചെയ്യാം കേട്ടോ. ഇപ്പോൾ തന്നെ ഞാൻ എടുക്കും വീഡിയോ ഗൈസ്. ഇപ്പോൾ തന്നെ ഞാൻ വീഡിയോ എടുക്കും അതെങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചെറുതായിട്ടൊരു എരിച്ചിലുണ്ട്, നമ്മൾ ആ വലിച്ചെടുക്കുന്നതിൻ്റെ ഒരു പ്രശ്നമില്ല, അതുണ്ട് കേട്ടോ, വേറെ ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഞാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സക്സസ് ആയതും സക്സസ് ആവാത്തതുമായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടായല്ലോ നമ്മുടെ ലൈഫിൽ. സക്സസ് മാത്രമല്ലല്ലോ, എനിക്ക് ഇത്രയും കാലം ഫെയിലിയർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. സക്സസ് അങ്ങനെ എവിടെയും സക്സസ് വലിയതായിട്ടായിട്ടില്ല, എന്നാലും ഞാൻ ജീവിക്കുന്നില്ലേ. അപ്പോൾ അതേപോലെ തന്നെ സക്സസ് ആയ കാര്യങ്ങൾ മാത്രമല്ല കേട്ടോ നമ്മുടെ ചാനലിലിടുക. സക്സസ് ആവാത്ത കാര്യങ്ങൾ ഞാൻ ചെയ്യും, അത്രയേ ഉള്ളൂ. നമുക്ക് രണ്ടും ഇങ്ങനെ ബാലൻസ് ചെയ്ത് പോവാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇല്ലെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കളയാൻ ചെയ്ത് നോക്കണ്ട ഗൈസ്. ഓക്കെ, അപ്പോൾ ഞാൻ പോവാണ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ.